ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ദ നേവി ആക്ടർ മണി. അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഗൂസ് ബംസ് ഉണ്ടാക്കിയ ഒരു വലിയ വിഷയം വിച്ച് ഹാപ്പൻഡ് ഇൻ ധർമ്മസ്ഥല ടെമ്പിളിൻ്റെ പരിസരത്ത്. നിങ്ങളെല്ലാവരും കേട്ട് കാണുമായിരിക്കും, കൊലപാതകം നടന്നിട്ടുള്ളത്. കുറേ പെൺകുട്ടികൾ കാണാതായിട്ടുണ്ട്. അവിടെ കുഴിച്ചു മൂടിയ ഒരു കേസാണ് ഇത്. ഓക്കെ, അവിടുത്തെ ഒരു തൊഴിലാളി ഒരാൾ കുറേ നാളുകൊണ്ട് ബോഡിയൊക്കെ കുഴിച്ചു മൂടുമായിരുന്നു. പെൺകുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ കൊണ്ട് കുഴിച്ചു മൂടുമായിരുന്നു, മീൻസ് കൊല ചെയ്യപ്പെട്ട. അപ്പോൾ ഇപ്പം പുള്ളിക്കാരനാണ് ഇപ്പോൾ ആ കാര്യം റിവീൽ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ധർമ്മസ്ഥലയിൽ ആക്ച്വലി നടന്നിട്ടുള്ളതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ മൊത്തത്തിൽ നമുക്ക് കാണാം. എന്തുകൊണ്ടാണ് ഇവിടെ ഇപ്പം വരെ ഒരു നിയമ നടപടികൾ ഉണ്ടാവാഞ്ഞത് അതും നമുക്ക് അറിയാം. ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക കേസിൽ മാനേജർക്കെതിരെ മൊഴി നൽകി ശുചീകരണ തൊഴിലാളി. കാടിനകത്ത് കുഴിയെടുക്കാൻ മാനേജർ വിളിച്ചു പറയുമായിരുന്നുവെന്നാണ് തൊഴിലാളിയുടെ മൊഴി. പിന്നീട് മൃതദേഹം കാടിനടുത്തേക്ക് എത്തിക്കും. ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടി വന്നുവെന്നും ശുചീകരണ തൊഴിലാളി മൊഴി നൽകി. ജീവനക്കാരൻ പറഞ്ഞ പ്രധാന സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് പരിശോധിക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുകയാണ്. ശുചീകരണ തൊഴിലാളി മൊഴിയെടുക്കുന്നത് രണ്ടാം ദിവസവും തുടരുകയാണ്. ദീപക് മോഹൻ വിവരങ്ങൾ നൽകും. ദീപക്, ധർമ്മസ്ഥലയിൽ SITയുടെ മൊഴിയെടുക്കൽ തുടരുകയാണ്. ശുചീകരണ തൊഴിലാളി ഇന്നലെയും ഇന്നുമായി ഇപ്പോൾ മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നു. എന്തൊക്കെ വിവരങ്ങൾ പുതുതായി പുറത്തേക്ക് വരുന്നു? സ്മൃതി, ധർമ്മസ്ഥല ക്ഷേത്രത്തിന് സമീപം നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇന്നലെ ഈ മംഗളൂരു കതിരിയിലുള്ള ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ SITയുടെ ക്യാമ്പ് ഓഫീസ് തുറന്ന ഈ സ്ഥലത്തേക്ക് ശുചീകരണ തൊഴിലാളി അഭിഭാഷകർക്കൊപ്പം എത്തി 8 മണിക്കൂറിലേറെ നീണ്ട മൊഴിയെടുപ്പ് ഇന്നലെ നടത്തി. അതിൽ പ്രധാനപ്പെട്ട നിർണായകമായ പല വിവരങ്ങളും ഈ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഈ വനമേഖലയ്ക്കടുത്ത് 3 കിലോമീറ്റർ ചുറ്റളവിൽ ഏതൊക്കെ ഭാഗത്താണ് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായി സ്ഥലങ്ങൾ അറിയാമെന്നും ഇന്നലെ ഈ അന്വേഷണ സംഘത്തിന് മുൻപാകെ ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിട്ടുണ്ട്. കാടിനുള്ളിൽ കുഴിയെടുക്കാൻ മാനേജർ വിളിച്ചു പറയും. അതനുസരിച്ച് പിന്നീട് മറ്റു വാഹനങ്ങളിൽ കാടിനടുത്തേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും. ഈ ലോഡ്ജിലും മരിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും പുരുഷന്മാരുടെയും അടക്കം നിരവധി മൃതദേഹങ്ങൾ ഇങ്ങനെ കാട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള നിർണായകമായ മൊഴി ഇന്നലെ ശുചീകരണ തൊഴിലാളി അന്വേഷണ സംഘത്തിന് മുൻപാകെ വെളിപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്ന് ഇന്നലെ ഈ കഴിഞ്ഞ ജൂലൈ 11-ാം തീയതി ഇയാൾ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ തലയോട്ടിയിലെ മണ്ണും ധർമ്മസ്ഥലയിലെ മണ്ണും ഒരുമിച്ച് പരിശോധിച്ച് നോക്കിയാൽ മാത്രമേ ഇതിന്റെ കാലപ്പഴക്കവും ഏത് സമയത്ത് ഏത് കാലത്താണ് ഇത് കുഴിച്ചിട്ടത് എന്നതിനെപ്പറ്റി കൂടുതൽ വിശദമായ കാര്യങ്ങൾ മനസ്സിലാകുകയുള്ളൂ. അതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ പരിശോധന ഇന്നലെ തന്നെ അയച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ DGP പ്രണബ് മഹദിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ ഇയാൾ രണ്ടാം ദിവസവും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോടതിയുടെ പരിഗണനയിലുള്ള കേസായതുകൊണ്ട് തന്നെ എല്ലാ വശങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ പ്രദേശത്ത് കുഴിച്ച് പരിശോധന നടത്തുക. ഇതിലെ വിശദമായ മൊഴിയെടുപ്പ് നടന്നു. 8 മണിക്കൂറിലധികം മൊഴിയെടുത്തു. ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ഏക വനിതാ IPS ഉദ്യോഗസ്ഥ പിന്മാറിയിരിക്കുന്നു. വ്യക്തിപരമായ അസൗകര്യങ്ങൾ ചൂണ്ടിക്കാട്ടി DCP സൗമ്യലത SITയിൽ നിന്ന് പിന്മാറുന്നതായി കാണിച്ച് ആഭ്യന്തര വകുപ്പിന് കത്ത് നൽകുകയായിരുന്നു. ഇതോടെ കേസിലും അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികളിലും അടിമുടി ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തെ. വെളിപ്പെടുത്തലിനെ പറ്റി അന്വേഷിക്കാൻ കർണാടക സർക്കാർ രൂപം നൽകിയ 4-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ഒഴിവാക്കാൻ DCP സൗമ്യലത ആവശ്യപ്പെട്ടതായി വ്യാഴാഴ്ച ആഭ്യന്തരമന്ത്രി G പരമേശ്വര സ്ഥിരീകരിച്ചിരുന്നു. DIG MN അനുചിതും SITയിൽ നിന്ന് പിന്മാറാൻ താൽപര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് പകരം മറ്റൊരാളെ ഉൾപ്പെടുത്തുമെന്ന് മന്ത്രി G പരമേശ്വര അറിയിച്ചു. കർണാടകയിലെ ദക്ഷിണ കന്നഡ ജില്ലയിലെ ധർമ്മസ്ഥല മഞ്ജുനാഥ ക്ഷേത്രത്തിന്റെ പരിസരത്ത് 1995 മുതൽ 2014 വരെ നൂറുകണക്കിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ രഹസ്യമായി കുഴിച്ചു മൂടിയതായി ഒരു ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലാണ് കേസിന്റെ തുടക്കം. 48 വയസ്സുള്ള ഈ ദളിത് വ്യക്തി ക്ഷേത്ര ഭരണസമിതിയുടെ നിർദ്ദേശപ്രകാരം ഈ മൃതദേഹങ്ങൾ പലതും കുഴിച്ചു മൂടുകയോ ദഹിപ്പിക്കുകയോ ചെയ്തെന്ന് ധർമ്മസ്ഥല പോലീസിനോട് പറഞ്ഞു. പല മൃതദേഹങ്ങളിലും ലൈംഗികാതിക്രമത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു എന്ന ആരോപണവും ഇയാൾ ഉന്നയിച്ചിരുന്നു. ജൂലൈ 3-ന് ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 211A പ്രകാരം ഒരു FIR രജിസ്റ്റർ ചെയ്തു. ജൂലൈ 13-ന് ബെൽത്തങ്ങാടി കോടതിയിൽ ഇയാളുടെ മൊഴിയും രേഖപ്പെടുത്തി. ഈ ആരോപണങ്ങൾ ധർമ്മസ്ഥലയിലെ പ്രമുഖ വ്യക്തികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ സുതാര്യമായ അന്വേഷണത്തിനായി പൊതുജനങ്ങളിൽ നിന്നടക്കം സമ്മർദ്ദം ശക്തമായിരുന്നു. തുടർന്ന് ധർമ്മസ്ഥലയിലെ അസ്വാഭാവിക മരണങ്ങൾ, കാണാതായ സ്ത്രീകൾ, ലൈംഗികാതിക്രമ കേസുകൾ എന്നിവ അന്വേഷിക്കാൻ SITയെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് കർണാടക സ്റ്റേറ്റ് വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ നാഗലക്ഷ്മി ചൗധരി ജൂലൈ 14-ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തെഴുതി. കൂടാതെ മുൻ സുപ്രീം കോടതി ജഡ്ജി V ഗോപാലഗൌഡ, അഡ്വക്കേറ്റുകളായ ഓജസ്വി ഗൌഡ, സച്ചിൻ ദേശായി എന്നിവരും മന്ത്രിയെ സമീപിച്ചു. തുടർന്ന് ആഭ്യന്തര സുരക്ഷാ ഡിവിഷന്റെയും സൈബർ കമാൻഡിന്റെയും ചുമതലയുള്ള DGP പ്രണബ് മഹദിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപവൽക്കരിച്ച് ഞായറാഴ്ചയാണ് ഉത്തരവിറക്കിയത്. ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കാൻ ഇത്രയേ ഉള്ളൂ ഗൈസ്. തലവേദന എടുക്കുന്നു. ഇത്
ഇന്ന് നമ്മളെ നാട്ടിലൊക്കെ നമുക്ക് ഒരു കൊലയൊക്കെ നടന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അറിയാൻ പറ്റും, കുറച്ച് ദിവസം കഴിയുമ്പോഴൊക്കെ അറിയാൻ പറ്റും. സ്മെല്ലോ ദുർഗന്ധം ഇതൊക്കെ അറിയുമ്പോൾ, അല്ലെങ്കിൽ വല്ലാത്ത രീതിയിലായി കാട്ടിലൊക്കെ ആയിക്കഴിഞ്ഞാലും എങ്ങനെയായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ സത്യങ്ങളൊക്കെ തെളിയുന്നതാണ്. ബട്ട് വാട്ട് ഈസ് ദിസ്? ധർമ്മസ്ഥലയിൽ ഇത്രയും കുട്ടികൾ പീഡിക്കപ്പെട്ട്, ഇത്ര കുട്ടികളെ മീൻസ് ബ്രൂട്ടലി റേപ്പ് ചെയ്ത് അവരെ കൊലപ്പെടുത്തി, അവരെ കുഴിച്ചു മൂടി, എത്രയോ ആൾക്കാർ, എത്ര ശവശരീരം. ഈ പിടിക്കപ്പെട്ട ആള് ഇപ്പൊ ഇത്രയും നാൾ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? ഇത്രയും നാൾ മിണ്ടാതിരുന്നത് എന്തുകൊണ്ടായിരുന്നു? ഇപ്പൊ ഇതെല്ലാം വെളിപ്പെടുത്തേണ്ട കാര്യം. ദാറ്റ് മീൻസ് ആ പുള്ളിക്കാരൻ്റെ ഫാമിലിയിലുള്ള ആരായാലും ഇതേ കണക്കത്തെ ഒരു ഹറാസ്മെന്റിൽ ഇരയായിട്ടുണ്ട്. അതുകൊണ്ടാവാമല്ലോ ഇപ്പം ഈ കാര്യം വെളിപ്പെടുത്തിയത്. ഇത്രയും മൃതദേഹം അങ്ങനെ കുഴിച്ചുകൂടി എന്ന് പറഞ്ഞാൽ ഈസ് ഓൾസോ ഡൂയിങ് എ ക്രൈം. ഹി ഹാസ് ഡൺ എ ക്രൈം. ഹി ഹാസൻറ്റ് ലെറ്റ് നോ എനിബഡി അബൌട്ട് ദിസ് ക്രൈം. ഇത്രയും നാൾ സൈലന്റ് ആയിരുന്നെന്ന് പറഞ്ഞാൽ ഈ എന്നിട്ട് പോലീസ് എന്താ ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? ഇതിങ്ങനെ കുഞ്ഞ് കേസായിട്ട് വിടാൻ പാടില്ല. ടെമ്പിളിന്റെ പരിസരത്ത് കോവില് വരുന്ന ഈ എങ്ങനെയാണ് ഇവര് ഈ പെൺകുട്ടികളെയൊക്കെ കിഡ്നാപ്പ് ചെയ്യുന്നതെന്ന് ഇതിന്റെ ഒരു മോട്ടോ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇവർ കിഡ്നാപ്പ് ചെയ്യുന്നത് ഇതിൽ കുറേ സംഘങ്ങളുണ്ട്. ജസ്റ്റ് ലൈക്ക് പോസ്റ്റ്മാൻ്റെ ഒരു ഗ്രൂപ്പ് കാണും, ചിലപ്പോൾ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ ഇപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു ക്യാമറയും കൊണ്ട് വന്നാലോ, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു രീതിയിൽ അന്യ സ്ഥലത്തെ ആൾക്കാർ, ഇത് പോലീസോ ആയിക്കോട്ടെ, വേറെ ആയിക്കോട്ടെ, മഫ്റ്റിയിലുള്ളവരായിക്കോട്ടെ, ഒന്ന് മാറിയിട്ട് വന്നു കഴിഞ്ഞാൽ പോലും ഇവർക്ക് സംശയമാണ് ഇവരെ ആൾക്കാർക്ക്. ദാറ്റ് മീൻസ് ദ എൻറ്റയർ ഏരിയ ഈസ് ബിഹൈൻഡ് ദിസ് ക്രൈം. ദ എൻറ്റയർ ഏരിയ പീപ്പിൾ ഈസ് ഇൻ ദിസ് ക്രൈം. ദാറ്റ് മീൻസ് ഇത്രയും ശരീരം 100+ ശരീരത്തിന് മേളിൽ കാണും. ആൻഡ് വാട്ട് ഇസ് ദ മീൻസ് ഇറ്റ് ഇസ് ഇൻ ഇന്ത്യയിലാണ് ഇത്രയും നടന്നത്. ഐ എം ഷോക്ക് ടു സേ ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ ആൻഡ് ലിറ്ററലി nobody means it should be a national issue. ഇത് വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റിയേ പറ്റത്തുള്ളൂ. ബിക്കോസ് നമുക്കറിയത്തില്ല ഇപ്പം എത്ര കുട്ടികൾ മിസ്സിങ് ആയിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് പഠിക്കാൻ പോയിട്ടുള്ള കുട്ടികൾ എത്ര പേര് ധർമ്മസ്ഥലം വിസിറ്റ് ചെയ്ത് കാണുമായിരിക്കും, അല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള വിസിറ്റ് ചെയ്ത കുട്ടികൾ. മിസ്സിങ് കേസസ് നമ്മൾ കേരളത്തിലുള്ളത് മിസ്സിങ് കേസസ് അത് റിപ്പോർട്ട് ചെയ്യണം. അത് ബാംഗ്ലൂർ അവിടെ പോയി ഒന്നുകൂടെ റിപ്പോർട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്തേ പറ്റുള്ളൂ. നമ്മളെ ഗവൺമെൻറ്റും ഇപ്പോൾ തമിഴ്നാടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ഗവൺമെൻറ്റും എല്ലാവരും ചേർന്നിട്ട് ഇതിനെക്കുറിച്ചൊരു ഡീപ്പായിട്ട് ഇത് വലിയൊരു ഇഷ്യൂ ആക്കിയെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് പുറത്തിറക്കാനേ പറ്റുള്ളൂ. ഇതിൽ ഈ പഠിക്കാൻ പോയാൽ നിങ്ങൾ കുട്ടികളും ആവാം, എത്രയോ നമുക്ക് അറിയാവുന്നവർ എത്രയോ പേരാവാം. ഇവരിത്ര ബ്രൂട്ടലി മർഡർ ചെയ്തിരിക്കുന്നത്. ഈ ചെയ്ത ആള് നിസ്സാരമായ ആളല്ല, അയാളൊരു സൈക്കോപാത്താണ്. ഡെഫിനറ്റ്ലി ഈസ് എ സൈക്കോപാത്ത്. അങ്ങനെയാണെങ്കിൽ അവനെ അവിടെ പ്ലീസ് സിസ്റ്റത്തിൻ്റെ കയ്യിൽ കൊടുക്കരുത്. ഐ ഡോണ്ട് ബിലീവ് ഇൻ സിസ്റ്റത്തിൻ്റെ കയ്യിൽ വിശ്വാസമേ ഇല്ല. ഇങ്ങനത്തെ ഉള്ളവന്മാരെ ഓരോരുത്തരെ പിടിച്ചു കൊന്നു കളയാൻ വേണ്ടിയത്. എൻകൗണ്ടറോ എന്തുവാന്ന് വെച്ചാൽ ചെയ്ത് തീർക്കുക. ബട്ട് ഇത് തെളിഞ്ഞു കഴിയണം. ബട്ട് ദ റിയൽ കൾപ്രിറ്റ് ഷുഡ് കം ഫോർവേഡ്. റിയൽ കൾപ്രിറ്റ് ആരാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ അവൻ ഫസ്റ്റ് ഫോർവേഡ് വരണം. അവൻ വന്നതിന് ശേഷം അവൻ്റെ കൂട്ടത്തിൽ എത്ര പേരുണ്ടോ ഇതിൻ്റെ പിന്നിലുള്ള കഥകൾ എന്താണ്, അതുപോലെ അമ്പലത്തിൻ്റെ ഭാഗത്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വല്ല ഈ നെഗറ്റീവ് എനർജിയുടെ മീൻസ് ഈ എന്താ പറയുക ബ്ലാക്ക് മാജിക്, ഇസ് ഇറ്റ് ഫോർ ബ്ലാക്ക് മാജിക്? അങ്ങനെ ആവാം സാധ്യതയുണ്ട്. കാൺസേ ബ്ലാക്ക് മാജിക് ചെയ്തിട്ട് അങ്ങനെ അതെല്ലാം. ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ ബാംഗ്ലൂർ, ധർമ്മസ്ഥല. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇപ്പം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. മനാഫിക്ക ഉണ്ടല്ലോ, നമ്മൾ അർജുൻ ഷിരൂർ കേസിൽ മനാഫ് ലോറി ഡ്രൈവർ ആ സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോയിരുന്നത് വിത്ത് 2 ഓഫ് ദ മലയാളി വാർത്ത വായിക്കുന്ന ജേർണലിസ്റ്റ്, ന്യൂസ് ചാനൽസിൻ്റെ കൂടെ. ഇപ്പോഴാണ് അവിടെ ന്യൂസ് ചാനൽസൊക്കെ എത്താൻ തുടങ്ങിയത്. ഫ്രം അവർ കേരള, റിപ്പോർട്ടർ TV, എല്ലാവരും അവർ ഈ ന്യൂസ് എടുക്കാൻ നോക്കുന്നുണ്ട്. ബട്ട് പ്ലീസ് ഫോർ ഗോഡ്സ് സേക്ക്, ഇനി ന്യൂസ് നന്നായിട്ട് ഇറ്റ് ഷുഡ് ബി ദ മോസ്റ്റ് സെൻസിറ്റീവ് ആൻഡ് ഇറ്റ് ഷുഡ് റീച്ച് നിയർ അവർ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഷുഡ് ടേക്ക് എ സ്റ്റെപ്പ് ഓൺ ദിസ് and we have to find the real culprit because it happened in India and all the people should be safe. Women should be, especially women and small children. അവിടെ അയക്കുന്ന കൊലപാതകം എന്ന് പറഞ്ഞാൽ പിഞ്ചു കുട്ടികളെ കൂടുതൽ റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ടത്. 15 to 25 ഏജ് ഗ്രൂപ്പിലുള്ള പെൺകുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, സ്ത്രീകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ടു എനിക്ക് തോന്നുന്നു സത്യാവസ്ഥയൊക്കെ ഇത് അറിയപ്പെടുന്ന ആൾക്കാർ അവരെയും തട്ടുകളയാണ്. ഇതാണ് ദാറ്റ് മീൻസ് അതൊരു സംഘം തന്നെ. മീൻസ് മേ ബി എ മിനിസ്റ്ററിൻ്റെ തലപ്പത്തുള്ള ആരായാലും പറയാം, വമ്പന്മാർക്ക് എന്ത് വേണേ ആവാമല്ലോ അല്ലേ.
വമ്പന്മാരുടെ അടിയിലുള്ള കുറച്ച് കീഴെ ഉള്ള ശിങ്കിടികൾ കാണുമല്ലോ, എന്ത് വേണേൽ ചെയ്യാൻ. അങ്ങനത്തെ ടീംസും ആവാം. ഐ കാൺ സേ എനിത്തിങ്. ഇൻവെസ്റ്റിഗേഷൻ നടക്കട്ടെ. ഇൻവെസ്റ്റിഗേഷൻ നടക്കുമ്പം ഇത് ഒന്നീ CID തന്നെ ഏറ്റെടുക്കണം, അല്ലെങ്കിൽ നാഷണൽ ഇൻ്റലിജൻസ് ഡൽഹിയിൽ നിന്ന് തന്നെ ഇത് ഇറക്കിയിട്ട് ഈ കേസ് മൊത്തത്തിൽ അതല്ല അവിടെ പറയാൻ പറ്റില്ല. വി കാൺ സേ. ഇപ്പം നാളെ ഒരു സമയത്ത് ഞാൻ പോയിട്ട് അവിടെ ഡയറക്റ്റ് ആ ഏരിയ വിസിറ്റ് ചെയ്തിട്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഈ ഫോണും തൂക്കി പിടിച്ച് അല്ലെങ്കിൽ ക്യാമറ തൂക്കി പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാലും എൻ്റെ ലൈഫിൻ്റെ റിസ്ക് വരും. ബിക്കോസ് ദ ഫോറസ്റ്റ് ഏരിയയുടെ അടുത്തോട്ട് പോകുമ്പോഴേ അവർ ആൾക്കാരെല്ലാവരും അലേർട്ട് ആവുന്നുണ്ട്. ദാറ്റ്സ് വൈ മനാഫിക്ക് ഇപ്പോഴും ത്രെറ്റനിങ് മെസ്സേജസോ ഇതും എല്ലാം വരുന്നുണ്ട്. അതിപ്പോൾ കുറച്ച് നേരം മുന്നേ തന്നെ റെയർ റീൽസ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിൽ ചേട്ടനോട് വിളിച്ചു പറഞ്ഞത് അങ്ങനെയായിരുന്നു. എനി ടൈം മനാഫിക്കയുടെ ലൈഫിന് റിസ്ക് ആകുന്നത് പോലും പറഞ്ഞിട്ടുണ്ട്. ബട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന ഇത്രയെന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിൽ നിന്ന് എത്ര കുട്ടികളാണ് പഠിക്കാൻ പോയിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ ജോലികൾക്ക് പോയിട്ടുള്ളത്, ആരൊക്കെ മിസ്സിങ് ആയിട്ടുണ്ട്, ഇതെല്ലാത്തിൻ്റെ ഒരു റിപ്പോർട്ട് എടുത്തിട്ട് സർക്കാരിനെ സമീപിച്ചേ ഒക്കത്തുള്ളൂ. ബിക്കോസ് ഇതിൽ നമ്മളെ കുട്ടികളുണ്ടോ എന്ന് നമുക്ക് ഇനി നോക്കണം. കാരണം ഈ ഹൈക്കോർട്ട് അല്ലെങ്കിൽ കോർട്ട് ഇടപെട്ടിട്ട് ഇതിൽ ഇപ്പോൾ ഒരു തലോട്ടി മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി അത് ചെക്ക് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങൾ മൊത്തം കുഴിച്ചു മാന്തി എടുത്തതിന് ശേഷമേ നമുക്ക് അറിയാനൊക്കത്തുള്ളൂ ഈ ബ്രൂട്ടലായിട്ട് ചെയ്തിരിക്കുന്ന ഈ റാസ്കൽ ഏതാണ്. ആൻഡ് ഈഫ് ദിസ് റാസ്കലിനെ കിട്ടിക്കഴിഞ്ഞാൽ പോലും അവിടുത്തെ ഒരു പുഴുവിനെ പോലും വെറുതെ വിടാൻ പറ്റില്ല. ഈച്ച് ആൻഡ് എവരി വൺ ഷുഡ് ബി ഡൗൺ ടു ദ മണ്ണിൻ്റെ അടിയിൽ പോയേ ഒക്കത്തുള്ളൂ. ദേ ഡോണ്ട് ഡിസർവ് ടു ലിവ്. അവരെ ജീവനോട് വിടാൻ പാടില്ല. ഇന്നലത്തെ ഒരു നാറിൻ്റെ നിങ്ങൾ കണ്ടായില്ലേ, മറ്റേ ജയിൽ ചാടി വന്ന നാറി ഗോവിന്ദ ചാങ്ങി. ഇവരെയൊക്കെ എന്തിനാ വെറുതെ വെച്ചേക്കുന്നത്? നിങ്ങളായിട്ട് വെറുതെ വെച്ചേക്കുന്നത്. അത് ഇനിയും കണ്ടില്ലേ, അവൻ ശക്തനായിട്ട് സ്ട്രോങ് ആയിട്ട് തിരിച്ചിറങ്ങി വന്നേക്കുന്നു. ഇന്ന് മീഡിയക്കൊക്കെ വല്ലാത്ത രീതിയിലുള്ള ആക്ഷൻസൊക്കെ അവൻ കാണിച്ചു. ദാറ്റ് മീൻസ് അവനൊരു പുല്ലുമില്ലെന്നും പറഞ്ഞിട്ടു അവനെ കൊന്നുകളയുക വേണ്ടിയത്. അതാണ് വേണ്ടിയത്. അതാരും ചെയ്തില്ല. അവൻ ആ റോഡിൽ ഇറങ്ങി പോയപ്പോൾ ആരെങ്കിലും തട്ടിയിട്ടാലും കുഴപ്പമില്ലായിരുന്നു. ആ ചാപ്റ്റർ ഒന്ന് ക്ലോസ് ആയിരുന്നു. എന്തിനാ അവനെ പിന്നെയും ജയിലിൽ കൊണ്ടുപോയിട്ട് തൂക്കിക്കൊല്ലേണ്ട സമയത്ത് റാസ്കൽ. ഇതേപോലെയാണ് ഓരോ ദിവസം ഓരോ ക്രിമിനൽസ് ഇങ്ങനെ ജനിച്ചോണ്ടിരിക്കുക. പ്ലീസ് നിങ്ങളെ സമൂഹത്തിൽ ഇങ്ങനെ കാണുന്നില്ല. ഇങ്ങനെ ഒരു തന്നെ ഈ ഒളിച്ചു നോക്കിയുള്ള പരിപാടികൾ കാണിക്കുന്നത്. നിങ്ങൾ ഡ്രസ്സൊക്കെ ഉണക്കിയിടുമ്പം നിങ്ങളെ ഡ്രസ്സൊക്കെ മുട്ടിച്ചുകൊണ്ട് പോകുന്ന ടൈപ്പ് കള്ളന്മാർ കാണും. ഐ എം ടോക്കിംഗ് അബൌട്ട് ലേഡീസ്, വിമൻസിൻ്റെ കാര്യം പറയുന്നത്. അവരുടെ ഡ്രസ്സ് ഇന്നേഴ്സൊക്കെ കൊണ്ടുപോകുന്ന കള്ളന്മാർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒളിച്ചു നോട്ടമുള്ള കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഞരമ്പ് രോഗികൾ കണ്ടിട്ടുണ്ട്. ഈ വക കാറ്റഗറിയിലുള്ള ആൾക്കാർ നിങ്ങൾ അഥവാ നിങ്ങളെ സമൂഹത്തിൽ നിങ്ങളെ മുന്നിൽ കണ്ടു കഴിഞ്ഞു ദയവേത് അവ ചിരിച്ചും കളിച്ചും ഇങ്ങനെ കളഞ്ഞിട്ട് കാര്യമില്ല. ആടിച്ച് അണപ്പല്ല് മറ്റം തെറപ്പിക്കണം. ആടിച്ച് അണപ്പല്ല് തെറപ്പിച്ചില്ലെങ്കിൽ ആമ്പിള്ളേരെല്ലാവരും കൂടെ ചേർന്നായിരിക്കും അവൻ്റെ അണപ്പല്ല് മൊത്തത്തിൽ തെറപ്പിക്കാൻ പോകുന്നത്. അത് ഏത് കാറ്റഗറിയിലേ ആയിക്കോട്ടെ. ഈ ന്യൂസ് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് ന്യൂസിൽ അതേ ഉള്ളു. ഇതുണ്ടാവുന്ന എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദിസ് റേപ്പ് ആൻഡ് മർഡർ യൂസ് ടു ഹാപ്പൻ ബിക്കോസ് ഓഫ് നമ്മളെ പോൺ അഡിക്ഷൻ. പിന്നെ അല്ലെങ്കിൽ ഈ ഇതാണെങ്കിൽ പെൺപിള്ളേരെ നോക്കിയിട്ടുള്ള എന്തോ സൈക്കോളജിക്കൽ എന്തോ പ്രശ്നമൊക്കെ പറ്റുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. സോ വാട്ട് യു ക്യാൻ ഡു ഈസ് സ്റ്റോപ്പ് ദിസ്. ഇതിന് എങ്ങനെയെങ്കിലും ഒരു വിരാമം കൊടുത്താൽ പറ്റുള്ളൂ. ഈ ധർമ്മസ്ഥല കേസിനെ നമ്മൾ നല്ലൊരു ഹൈപ്പിൽ എടുത്തെങ്കിലേ ഇനി ശരിയാവത്തുള്ളൂ. ഇതിൻ്റെ ഒരു കേസ് ക്ലോസ് ചെയ്തേ ഒക്കത്തുള്ളൂ. സോ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. വരും കാലങ്ങളിൽ നമുക്ക് ഇനി എന്തൊക്കെ അപ്ഡേറ്റ്സ് കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്കപ്പം കൂടുതൽ വീഡിയോസ് നമുക്ക് ഉണ്ടാക്കാം. സോ വാട്ട് ഐ എം ഡൂയിങ് ഹിയർ ഇസ് ഐ എം ജസ്റ്റ് ഗിവിങ് ഔട്ട് മൈ ഒപ്പീനിയൻ. എൻ്റെ ഒപ്പീനിയനാണ് പറഞ്ഞത്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ ടു മൈ യൂട്യൂബ് ചാനൽ. സി യു. ജയ്.